ഈ ജെയിംസ് ബോണ്ട് 007 എന്നൊക്കെ പറയുന്നത് പോലെ പറയാനൊരു സുഖമുണ്ട്. കിറ്റക്സ് ബോണ്ട് 007 അല്ലെങ്കിൽ കിറ്റക്സ് ബോണ്ട് 2020 എന്ന് നമുക്ക് ആക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു സുഖമുണ്ട്, അപ്പം പെട്ടെന്ന് പിടികിട്ടും. ഈ കിറ്റക്സ് ബോണ്ട് 2020 ഇപ്പം ചില വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട്. വരാൻ കാര്യം ഞാനിത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് അവരങ്ങ് വെളിപ്പെടുത്തും. SBI വഴി അങ്ങ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അത് വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് വെളിപ്പെടുത്താം എന്ന രൂപത്തിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സംഭവം എന്താണ്? ഇലക്ടറൽ ബോണ്ട് കിറ്റക്സ് ബോണ്ടിന് ഒരു ഇലക്ട്രിക് ബോണ്ടായിട്ട് മാറി, ഷോക്ക് അടിച്ചു. അതാണ് ഇലക്ട്രൽ ബോംബ് ഇലക്ട്രിക് ബോംബാകുന്നത്. ഷോക്ക് അടിച്ചപ്പം പേര് പുറത്തു വന്നല്ലോ. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? വീണാൽ നാലുകാലിൽ വീഴണം, പൂച്ച വീഴുന്ന പോലെ. എങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നാലും നാലുകാലിൽ നിൽക്കണമല്ലോ. അപ്പോൾ ഒരു മുൻകൂർ ജാമ്യം. ഞാൻ പരമശുദ്ധനാണ്, പരിശുദ്ധനാണ്, ശുദ്ധന്മാരിൽ ശുദ്ധനാണ് ഞാൻ. എന്നെ ആരും സംശയിക്കരുത്. ഞാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തിരി സംഭാവന കൊടുത്തു പോയി, അതിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു പാവമാണ്. ഗതികേട് കൊണ്ടാണ് ഞാൻ ഇവിടെ കേരളം വിട്ടിട്ട് തെലങ്കാനയിൽ പോയി അവിടെ കച്ചവടം തുടങ്ങിയത്. ആ പാവം എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞ് കിറ്റക്സ് ഇലക്ട്രിക് 2020 ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കിറ്റക്സ് ബോട്ട് എന്താണ്? 25 കോടി കൊടുത്തത് ശരിയാണ്, 2 തവണയായിട്ട്. ഈ 2 തവണയായിട്ട് 25 കോടി കൊടുത്തത് ആർക്കാണ്? അത് പറയുന്നില്ല. അത് വൈകാതെ പിന്നെ സുപ്രീം കോടതി പിന്നെ SBIയെ കൊണ്ട് പറയിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം. അതായത് തെലങ്കാനയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പാണ് അവിടുത്തെ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ ക്ഷണമനുസരിച്ച് നമ്മുടെ കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സാവുബൻ ജേക്കബ് തൻ്റെ കച്ചവടം, തൻ്റെ അടിവസ്ത്ര വ്യവസായ കച്ചവടം തെലങ്കാനയിലേക്ക് മാറ്റുന്നത്. 3500 കോടിയുടെ രൂപയുടെ നിക്ഷേപം. കേരളം കൊള്ളില്ല, ഞാനിവിടുന്ന് വിടുകയാണ് എന്ന് പറഞ്ഞ് പിണറായി സർക്കാരിനെ ചീത്ത വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ് ഇലക്ഷൻ വന്നു. എന്തു പറ്റി? ചന്ദ്രശേഖർ റാവുവിൻ്റെ പാർട്ടി ദയനീയമായി തോറ്റ് തുന്നം പാടി അധികാരത്തിൽ നിന്ന് പുറത്തായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ആര്? രേവന്ത് റെഡ്ഡി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തെലങ്കാനയിൽ അധികാരമേറ്റു. നമ്മുടെ കിറ്റക്സ് ബോണ്ടിൻ്റെ അടിവസ്ത്രം കീറി. അത് ലോക്കൽ മലയാളത്തിൽ വേറെ വാക്ക പറയേണ്ടത്, ഞങ്ങൾ പറയുന്നില്ല. ആരെ സഹായിച്ചോ ആ പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തായി. അപ്പൊ സഹായിച്ചത് പിന്നെ ഗോവി വരച്ചൊന്ന് തുല്യമാണില്ല. ഇപ്പൊ സാവുബൻ ജേക്കബ് അത് തുറന്നു പറഞ്ഞു. ഇനി ന്യായീകരിക്കൽ പ്രസ്ഥാനമാണ് അടുത്തത്. സാവുബൻ ജേക്കബ് ഞാനൊരു പരിശുദ്ധനാണ്, ശുദ്ധരിൽ ശുദ്ധനാണ് എന്നുള്ള ആ ഒരു വെളുപ്പിക്കൽ പരിപാടി ഉണ്ടല്ലോ, വൈറ്റ് വാഷ് അടിക്കുകയാണ്. പറയുകയാണ്, സംഭാവന നൽകിയത് തെറ്റായിപ്പോയി, ആ തെറ്റ് ഞാൻ ഏറ്റെടുക്കുന്നു. മിയ കുൽപ്പ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, എൻ്റെ ഏറ്റവും വലിയ പിഴ ഞാൻ ചെയ്തു പോയി, ക്ഷമിക്കണം എന്നോട്. പിന്നെ ഭയം കൊണ്ടാണ് പിരിവ് കൊടുത്തത്. പോരെ, ഭയക്കാതെ ജീവിക്കാൻ പറ്റില്ല. ആരെയാ ഭയം? അത് രാഷ്ട്രീയ പാർട്ടികളെയാണ്. പിന്നെ അതിൽ തന്നെ ആരെയാ ഭയം? അത് അധികാരത്തിരിക്കുന്ന പാർട്ടികളെയാണ്. തീർന്നില്ല, വെളുപ്പിക്കൽ ബാക്കിയുണ്ട്, വൈറ്റ് വാഷിംഗ്. തന്നെ ഗാന്ധിയുമായിട്ടാണ് താരതമ്യം ചെയ്യാൻ പോകുന്നത്. അടുത്ത ഡയലോഗാണ്. എന്തൊരു മഹാനുഭാവലു ഈ കിറ്റക്സ് ബോണ്ട്. അദ്ദേഹം പറയുകയാണ്, കോട്ട്, ഗാന്ധി സ്വാതന്ത്ര്യ സമരം നടത്തിയത് ടാറ്റയുടെയും ബിർളയുടെയും ബജാജിന്റെയും പണം വാങ്ങിയാണ്. എന്തേ ഇത്? നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാനും ഇങ്ങനെ പണം കൊടുത്തു, ഞാനും ഗാന്ധിയെ പോലെ മഹാനല്ലേ? ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തെ അത് വാങ്ങാമെങ്കിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എൻ്റെ നിന്ന് പണം കൊടുത്തു ഗാന്ധി ചെയ്തതുപോലല്ലേ ഞാനും ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആർക്ക് പിന്നെ പൈസ കൊടുത്തോ ഇലക്ട്രൽ ബോണ്ടിലൂടെ, ആ രാഷ്ട്രീയ നേതാവും ഗാന്ധിയും തുല്യരല്ലേ? ഞാനൊരു ടാറ്റയെ പോലെ, ബിർളയെ പോലെ, ബജാജിനെ പോലെ ഞാൻ സഹായിച്ചു. എങ്ങനെയുണ്ട് വെളുപ്പിക്കൽ പ്രസ്ഥാനം? വീണിടത്ത് കിടന്ന് ഉരുളുകയാണ് കിറ്റക്സ് ബോണ്ട്, ഉരുളുകയാണ്. കിറ്റക്സ് ബോണ്ട് വിചാരിച്ചത് ഇതൊന്നും ഒരിക്കലും പുറത്തു വരുത്തില്ല എന്നാണ്. പുറത്തു വരുത്തിയ വിദ്വാൻ ആരാണ്?
അവനോടാണ് ഈ കലിപ്പ്. ആരാ? CPIM എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് കോടതിയിൽ പോയിട്ട്. അവരെ ഞാൻ വെറുതെ വിടത്തില്ല. ഈ മലയാളത്തിൽ ചിലരുണ്ടല്ലോ, വാശിക്ക് ഡാഷ് വിടുക എന്ന് പറയും. ആ ഡാഷ് നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർ പൂരിപ്പിച്ചു കൊടുക്കുക. വാശിക്ക് ഡാഷ് വിടുകയാണ് കിറ്റക്സ് ബോണ്ട് ഇപ്പം ചെയ്യുന്നത്. കഷ്ടം. തീർന്നില്ല, വെളുപ്പിക്കൽ ബാക്കിയുണ്ട്. ഇലക്ട്രൽ ബോണ്ടിനെ എതിർക്കുന്ന CPM എന്തിനാണ് വ്യവസായികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നത്? ടാർഗറ്റ് മനസ്സിലായല്ലോ, ലക്ഷ്യം എവിടെയാണ്, വെടിവെക്കാനും ഉന്നം വയ്ക്കുന്ന എവിടെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ഇലക്ട്രൽ ബോണ്ടിനെ എതിർക്കുന്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സുപ്രീം കോടതി കേസ് പോയി പറഞ്ഞതെല്ലാം പുറത്തു കൊണ്ടുവന്ന നിങ്ങളോട് എനിക്ക് തീരാത്ത കലിപ്പുണ്ട്. അത് പച്ചയ്ക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് പൊതിഞ്ഞ് പറയുകയാണ്. കിറ്റക്സ് ബോണ്ട്, ഇലക്ട്രൽ ബോണ്ടിനെ എതിർക്കുന്ന CPM എന്തിനാണ് വ്യവസായികളുടെ നിന്നും പണം വാങ്ങുന്നത്? പോരെ, CPM വ്യവസായികളുടെ നിന്ന് പണം വാങ്ങുന്നു, അതിൽ തെറ്റില്ല. ഈ പണം വാങ്ങി വ്യവസായിയുടെയിൽ നിന്നും കർഷകരുടെയിൽ നിന്നും കർഷക തൊഴിലാളികളുടെയിൽ നിന്നും മറ്റുള്ള പാവങ്ങളുടെയിൽ നിന്നും പണക്കാരുടെയിൽ നിന്നും ഒക്കെ പണം പിരിക്കുന്നുണ്ട്. CPI മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിരിക്കുന്നുണ്ട്. പിരിക്കുന്നത് കൊള്ളാം, പക്ഷെ അതിന് കണക്ക് വേണം. ഇത്ര ഇവിടുന്ന് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് വെളിപ്പെടുത്തുകയും ആ വെളിപ്പെടുത്തുന്നത് സ്വന്തം പാർട്ടിയുടെ വെബ്സൈറ്റിൽ, CPIMന്റെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ കോപ്പി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് CPIM എന്നുള്ളത് ഈ കിറ്റക്സ് ബോണ്ട് മറന്നുപോയി കാണും. നിങ്ങൾ രഹസ്യമായിട്ട് കൊടുത്തു. CPM പരസ്യമായിട്ട് കണക്ക് സ്വന്തം വെബ്സൈറ്റിൽ, പാർട്ടി വെബ്സൈറ്റിലും ഇലക്ഷൻ കമ്മീഷനും കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. തീർന്നില്ല, ബാക്കിയുണ്ട് വെളുപ്പിക്കൽ. അടുത്തെന്താണ്? എൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് വാങ്ങിയിട്ടുണ്ട്. ആര്? CPIM എൻ്റെ കയ്യിൽ നിന്നും ചെക്ക് വാങ്ങിയിട്ടുണ്ട്. ശരി, ചെക്ക് വാങ്ങി എന്ന് സാവുകൻ ജേക്കബ് കിറ്റക്സ് ബോണ്ട് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ. ബാക്കി എന്താ പറയാത്തത്? എൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് എന്നാ വാങ്ങിയത്, ഏത് ഡേറ്റിലാണ് വാങ്ങിയത്, ആ ചെക്ക് CPIMന്റെ ആരാണ് വാങ്ങിയത്, അത് എൻക്യാഷ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ പൈസ അവർ വസൂലാക്കി എന്ന് തെളിയിക്കാൻ എന്താ സാവുകൻ ജേക്കബ് മുന്നോട്ട് വരാത്തത്? വെറുതെ എയറിൽ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയോ? ഞാൻ ചെക്ക് കൊടുത്തിട്ടുണ്ടാവാം, ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല. ആ ചെക്ക് പാർട്ടിയുടെ ആര് വാങ്ങി, ആർക്ക് കൊടുത്തു, അത് പണമാക്കിയോ ബാങ്കിൽ കൊടുത്ത്, ഏത് ബാങ്കിലെ ചെക്കാണ് കൊടുത്തത്, ഏത് ബ്രാഞ്ചിലെ ചെക്കാണ് കൊടുത്തത്, ഇതൊക്കെ പറയേണ്ടത് ആരാണ്? അത് കിറ്റക്സ് ബോണ്ടാ പറയേണ്ടത്. അതൊന്നും പറയാതെ വെറുതെ ഒരു ഓളം വിടുകയാണ്. അതായത് ഞാൻ അവർക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക് വരച്ചങ്ങ് വെച്ചാൽ മതിയോ? എൻ്റെ കിറ്റക്സ് ബോണ്ട് ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ അത് കൂട്ടിമുട്ടിക്കാനുള്ള ഈ സാധനങ്ങൾ വേണം, കൊളുത്ത് വേണം. അല്ലാതെ വെറുതെ വായി തോന്നുന്നത് പറയരുത്. നിങ്ങൾ ചെക്ക് കൊടുത്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. CPMന് കൊടുത്ത ചെക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായി എന്നറിയാൻ ജനങ്ങൾക്ക്, നിങ്ങളിത് പറയുമ്പോൾ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് നിങ്ങൾ വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരുമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെറും വിടുവായത്തരം പറയരുത്, ബാക്കി കാര്യങ്ങളുടെ വിശദമാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി അവിടെ അടുത്തതുണ്ട്, തീർന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെളിവ് കയ്യിലുണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല. മുമ്പ് പറഞ്ഞൊരു ആരോപണം, ഞാൻ ചിലത് വെളിപ്പെടുത്തിയാൽ മുഖ്യമന്ത്രിയും കുടുംബവും ജയിലിൽ പോയി കിടക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ സാവുകൻ ജേക്കബ് പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കിയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള തെളിവ് കയ്യിലുണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല, പുറത്തുവിട്ടാൽ എൻ്റെ ജീവന് ഭീഷണിയാണ്. ആര്? പിണറായി വിജയൻ സാവുകൻ ജേക്കബിനെ കൊല്ലുമെന്ന്. അതല്ല അതിൻ്റെ അർത്ഥം. അതല്ലേ? അല്ലെ പിണറായി വിജയൻ വിടുന്ന ആളുകൾ കൊട്ടേഷൻ എടുത്ത് സാവുകൻ ജേക്കബിനെ കൊല്ലുമെന്ന്. എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. ആര് എന്നെ സംരക്ഷിക്കും? ഒരു പാവം കോടീശ്വര വ്യവസായി. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തൊരു ദയനീയമെന്ന് ആലോചിച്ച് നോക്കി. എന്നെ ആര് രക്ഷിക്കും? BJPയും CPMും ഒരമ്മ പെറ്റ മക്കളാണ്. കഴിഞ്ഞ ലാസ്റ്റ് വാചകമാണ്. ഞങ്ങൾക്ക് ഈ കിറ്റക്സ് ബോണ്ടിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കുറേ നാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഈ പിണറായിക്കെതിരെ മറ്റേ വലിയൊരു ബോംബ് കയ്യിരിക്കുകയാണ്, അത് പിണറായിയുടെ മകൾക്കെതിരെ, അത് പൊട്ടിച്ചാൽ പിന്നെ പിണറായിയുടെ കുടുംബം തകർന്നു തരിപ്പണമാകും, പാർട്ടി പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളതൊക്കെ പൊട്ടിക്കേ. ഇതെന്തിനായി കൈവച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായില്ലേ സാവുകൻ ജേക്കബേ? നിങ്ങളൊരു ബോണ്ടായിട്ട് വന്നിട്ട് കിറ്റക്സ് ബോണ്ടായിട്ട് അങ്ങ് പൊട്ടിക്കും ബോംബ്. പിണറായിയും കുടുംബവും തകർന്നടിയട്ടെ എന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വിഷമം?
കയ്യിൽ വലിയൊരു ആയുധം ഇരിക്കില്ല, അതങ്ങ് പൊട്ടിച്ചുകൂടെ? എന്തേ പൊട്ടിക്കാത്തത്? അതെ, ചിലത് പൊട്ടൂല, ഷൂ ആയി പോവും, ചീറ്റിപ്പോവും, അമിട്ട് ചീറ്റിപ്പോകുന്ന പേരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് അതിനുള്ള മറുപടി. അതാണ്. അല്ലെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് വന്നിട്ട് ഈ ബോംബ് കാണിക്കുന്നതാണ്. അതിന് നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയ്ക്ക് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ടേക്ക് ഇറ്റ് അസ് ചലഞ്ച്. ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ സാധിക്കും. അദ്ദേഹം ഒരു ജാമ്യം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞതാണ് ആദ്മി പാർട്ടിയുമായിട്ടുള്ള സൗഹൃദം മധുവിധു എന്തുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത്. ഞങ്ങളൊരു വീഡിയോയിൽ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയിൽ. ഇനി അത് അദ്ദേഹം കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി CPM-മായി രഹസ്യ ധാരണയുണ്ട്, അതുകൊണ്ടാണ് 2020, അതായത് സാബുവൻ ജേക്കബിന്റെ പാർട്ടി 2020-യുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ കാരണം. എങ്ങനെയുണ്ട്? ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയായിട്ട് പരസ്യമോ രഹസ്യമോ എന്ത് ധാരണയുണ്ടാക്കാം. ആ ധാരണ ചില നിലപാടുകളാവാം, ചില പ്രശ്നങ്ങളുടെ പേരിലാവാം. ഇനി അങ്ങനെ ഒരു ധാരണയുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ സാബുവൻ ജേക്കബ് കിറ്റക്സ് ബോണ്ട് പുറത്തു വിടുക. ഈ പിണറായിയുടെ മകളുടെ കാര്യം പറഞ്ഞ പോലെ, പിണറായി വിജയന്റെ മകളെ പൊട്ടിക്കാനുള്ള ബോംബ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ പോലെ, ഇക്കാര്യത്തിൽ ഒരു തെളിവ് നിങ്ങൾ പുറത്തുവിട്ട്. ആം ആദ്മി പാർട്ടിയും CPI-യും തമ്മിൽ രഹസ്യ ധാരണയിലാണ്. ഈ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് പോലെ കിറ്റക്സ് ബോണ്ട് എങ്ങനെ വിളിച്ചു പറയരുത്. പറയുമ്പോൾ നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പം അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള, അത് തെളിയിക്കാനുള്ള തെളിവുകൾ എന്തെങ്കിലും നിങ്ങൾ പുറത്തുവിടണം. വിടാതെ നിങ്ങൾ പറയരുത്. നിങ്ങൾ ഇത്രയും നാൾ ഇലക്ട്രിക് ബോംബ് എടുത്ത കാര്യം മിണ്ടിയില്ലല്ലോ. ഇപ്പം അത് കോടതിയിൽ പോയി പുറത്തു വന്നപ്പോഴല്ല നിങ്ങളത് കുറ്റസമ്മതം നടത്തുന്നത്. അല്ലെ നിങ്ങൾ മിണ്ടുമായിരുന്നോ? സാഹചര്യങ്ങൾ എതിരായപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വിളിച്ച് പറയേണ്ടി വരുന്നു. അതല്ല അതിൻ്റെ അർത്ഥം. സാബുവൻ ജേക്കബ് കിറ്റക്സ് ബോണ്ട്. അപ്പം അങ്ങനെയാണ് ആ ആദ്മി പാർട്ടിയായിട്ടുള്ള 2020 ഹണിമൂൺ മധുവിധു അവസാനിച്ചത്. ആയിക്കോട്ടെ ഈശ്വര, എന്തായിക്കോട്ടെ. ഇനി ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട് സാബുവൻ ജേക്കബിന്റെ കമ്പനി കിറ്റക്സ് ഗ്രൂപ്പ് എടുത്തത് എന്തിനു വേണ്ടിയാണ്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ് കാര്യം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക്, ഇത്രയും കണ്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ഞങ്ങൾ ചില ചോദ്യം സാബുവൻ ജേക്കബിനോട് ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ തെളിവുകളായിട്ട് പുറത്തു വരട്ടെ. അപ്പോൾ നമുക്കതിനെപ്പറ്റി കൂടുതൽ നമുക്ക് വിശകലനം ചെയ്യാം. തൽക്കാലം ഇത്രയും ആവട്ടെ.